കുറേ നാളായില്ലൊരു ലോങ് വീഡിയോ ആയിട്ട് വന്നിട്ട്. ശരിക്കും പറഞ്ഞാൽ നല്ല പനിയായിരുന്നു കേട്ടോ. 2 ആഴ്ചയായി പനിച്ച് കിടക്കുകയാണ്. ഞാൻ മാത്രമല്ല കേട്ടോ, ഇവിടെ ഹസ്ബൻഡും മോളും എല്ലാവരും പനിയിലാണ്. ഒരാളുടെ കഴിയുമ്പോഴത്തേക്ക് അടുത്ത ആളുടേത്, അതാണ് അവസ്ഥ. എന്നാലും ഞാൻ വിചാരിച്ചു ഇന്ന് നിങ്ങളുടെ അടുത്തൊന്ന് വീഡിയോ ആയിട്ട് വരാമെന്ന്. ഇന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഒന്നുമില്ല, നമ്മുടെ ലൈഫിൽ എല്ലാവരുടെയും ലൈഫിൽ സംഭവിക്കുന്നത് തന്നെയാണ്. ചില സമയങ്ങളിൽ പ്രതീക്ഷിക്കാത്ത എന്തെങ്കിലും ഒന്ന് ജീവിതത്തിൽ നേരിടേണ്ടി വരുമ്പോൾ നമ്മൾ ആകെ അപ്സെറ്റ് ആവാറില്ലേ? എനിക്ക് തോന്നുന്നു അത് പുരുഷന്മാരെക്കാളും നമ്മൾ സ്ത്രീകൾ തന്നെയാണ് നമ്മുടെ മനസ്സിലങ്ങ് കൊണ്ട് നടക്കുകയാണെന്ന്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും വലുതോ ചെറുതോ എന്താവട്ടെ, നമ്മുടെ പണിയെ അത് നന്നായിട്ട് ബാധിക്കും. വീട്ടിലെ കാര്യങ്ങളെല്ലാം താളം തെറ്റുന്നത് പോലെ തോന്നാറില്ലേ? പക്ഷേ ആണുങ്ങളാണെങ്കിൽ, പുരുഷന്മാരാണെങ്കിൽ പെട്ടെന്ന് അവർ നോർമലി, അതായത് അവരുടെ ജോലികളിലേക്ക് അങ്ങ് എൻഗേജ്ഡ് ആവുന്നത് കാണാം. കുറച്ച് നേരം ചിന്തിക്കും, പിന്നെ അവരുടെ ജോലി അങ്ങ് മുഴുകും. ഞാനിങ്ങനെ വിചാരിക്കും, എല്ലാവരുടെ കാര്യമല്ലേ, എന്നാലും ഞാനിങ്ങനെ വിചാരിക്കും എങ്ങനെയാണ് അവർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നതെന്ന്. കാരണം നമ്മൾ പെണ്ണുങ്ങൾ തന്നെയാണ് ഇമോഷണലി പെട്ടെന്ന് വീക്ക് ആവുന്നത്. അങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്ന അവസ്ഥയിൽ പുറത്തുനിന്ന് ആരെന്ത് പറഞ്ഞാലും ഒരു ഉപദേശവും നമുക്കങ്ങ് സെറ്റാവില്ല. കാരണം ആ സമയത്ത് നമ്മൾ വിചാരിക്കും, അനുഭവിക്കുന്നത് ഞാനല്ലേ, എൻ്റെ അത്രത്തോളം വിഷമം നിങ്ങൾക്ക് ഉണ്ടാവില്ലല്ലോ, നിങ്ങൾക്കൊക്കെ പറയുന്നത് എന്താ, അങ്ങനെ നമ്മൾ ചിന്തിക്കും. പക്ഷേ നമ്മൾ ഓക്കെ ആയിട്ടില്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും താളം തെറ്റും. അപ്പം ആർക്കെങ്കിലും അങ്ങനെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടി വരുമ്പോൾ ഇതൊരു മോട്ടിവേഷൻ ആണെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഇത് ഷെയർ ചെയ്യുന്നത്. നമ്മുടെ ഒരു പ്രത്യേകത എല്ലാവർക്കും അറിയാമല്ലോ, നമ്മൾ ആണുങ്ങളായിട്ട് പുരുഷന്മാരായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ചിന്തിക്കുന്ന കൂട്ടരല്ലേ. എന്ത് കാര്യം വന്നാലും അത് ഓവറായിട്ട് ചിന്തിക്കുന്നവരാണ് നമ്മൾ. പിന്നെ അതുപോലെ തന്നെ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കും. ഇപ്പോൾ വീട്ടിലെ എന്ത് കാര്യങ്ങളും, ചെറിയ കാര്യങ്ങൾ പോലും നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുന്നുണ്ട്. ഇപ്പോൾ ഇതൊക്കെ നമ്മൾ പുരുഷന്മാരിൽ നിന്ന് നമ്മൾ വ്യത്യസ്തരാക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ വേറൊരു കാര്യവും കൂടിയുണ്ട്, നമ്മൾ ഒരേ സമയം തന്നെ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. ഇപ്പോൾ പലപ്പോഴും നമ്മളിപ്പോൾ വീട്ടിലെ അടുക്കള കാര്യങ്ങളും പുറത്തുള്ള കാര്യങ്ങളും, പിന്നെ അതുപോലെ ആ സമയത്ത് തന്നെ നമുക്ക് ചെയ്യേണ്ട ജോലിയെക്കുറിച്ചൊക്കെ നമ്മൾ ഒരു സമയത്ത് ചിന്തിക്കും. പക്ഷേ നമ്മൾ ഇപ്പം നമ്മുടെ ഹസ്ബൻഡൊക്കെ ആണെങ്കിൽ ഒരു കാര്യം ഒരു സമയത്ത് ചിന്തിക്കുക, പ്രവർത്തിക്കുക, അങ്ങനെ മാത്രമായിരിക്കും. അപ്പോൾ നമ്മുടെ പ്രത്യേകത, അതായത് സ്ത്രീകളുടെ പ്രത്യേകത തന്നെയാണ് ഇത്. അപ്പോൾ ഇത് നമ്മൾ അന്ന് അംഗീകരിക്കുക, അതായത് ഇതൊക്കെയാണ് നമ്മൾ സ്ത്രീകളെന്ന് നമ്മൾ അംഗീകരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു വിഷമം ഉണ്ടാകുന്ന സമയത്ത് നമ്മളതങ്ങ് ആക്സെപ്റ്റ് ചെയ്യുക. അതായത് എന്ന് ചിന്തിച്ച് കൂട്ടണം എന്നല്ല പറയുന്നത്, നമുക്ക് എന്ത് സങ്കടം ഉണ്ട് കഴിഞ്ഞാലും അത് ആദ്യത്തെ ദിവസം ഭയങ്കര പ്രശ്നമായിരിക്കും. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ എന്ത് പറഞ്ഞാലും നമുക്കങ്ങ് ഉപദേശം ഒന്നും സ്വീകരിക്കാൻ പറ്റില്ല, സെറ്റാവില്ല. പക്ഷേ നമ്മുടെ വിഷമം എന്താണോ, നമുക്ക് എന്താണോ ഇപ്പോൾ നേരിടേണ്ടി വരുന്നത്, ആ ഒരു പ്രശ്നം നമ്മൾ അംഗീകരിക്കുക. ഇപ്പോൾ കഴിഞ്ഞു പോയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മളെ വിഷമം ഉണ്ടാക്കുന്നതെങ്കിൽ നമുക്ക് എന്തായാലും അതിനെക്കുറിച്ച് ചിന്തിക്കാണ്ടിരിക്കാൻ പറ്റില്ല. ഒരു ദിവസമൊക്കെ നമ്മൾ അതിൽ തന്നെ ആയിരിക്കും. കാരണം നമ്മൾ എത്ര അതിനെക്കുറിച്ച് ആലോചിക്കേണ്ടെന്ന് വിചാരിച്ചാലും നമ്മുടെ മനസ്സിലേക്ക് ആ സങ്കടമുള്ള കാര്യം വരും. പക്ഷേ രണ്ടാമത്തെ ദിവസവും നമ്മൾ അതേ ഒരു മാനസികാവസ്ഥയിലാണ് ആ ദിവസവും കൊണ്ടുപോകുന്നതെങ്കിൽ നമ്മുടെ മനസ്സിൻ്റെ ആ ഒരു വിഷമം നമ്മുടെ ശരീരത്തെയും ബാധിക്കും. കാരണം നമുക്ക് ഒരടി നടക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ മാറും. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഇങ്ങനെ ആലോചിച്ച് കൂട്ടിയത് കൊണ്ട് ആ കഴിഞ്ഞ ആ ഒരു വിഷമിപ്പിക്കുന്ന കാര്യം നമുക്കത് മാറ്റാൻ പറ്റില്ല. അതിപ്പം നമ്മൾ ആലോചിക്കുന്നത് കൊണ്ട് അത് അങ്ങനെ സംഭവിക്കാണ്ട് നിൽക്കില്ല. കാരണം സംഭവിച്ച് കഴിഞ്ഞു. ഇനി അതിനെക്കുറിച്ചിട്ട് കൂടുതൽ ആലോചിച്ച് ഇനിയുള്ള ദിവസങ്ങൾ, ഇനിയുള്ള ആളുകളെയും നമ്മൾ കൂടുതൽ വിഷമത്തിലേക്ക് ആക്കുന്നതിന് പകരം നമ്മളെ മൈൻഡിൽ നിന്ന് അത് താനെ ആ ഒരു വിഷമത്തെ നമ്മൾ കുറക്കാൻ വേണ്ടി എന്ത് ചെയ്യാൻ പറ്റുമോ അതൊക്കെ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതിലേറ്റവും നല്ലത് നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ, ഇപ്പം ഞാനങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, വിശ്വാസികളാണെങ്കിൽ നമ്മൾ ഏത് ശക്തിയിലാണോ വിശ്വസിക്കുന്നത് അവിടെ എല്ലാം അങ്ങ് സമർപ്പിക്കുക. കാരണം ഒന്നും നമ്മുടെ കയ്യിലല്ല. അപ്പം നമ്മൾ വിചാരിച്ചതുപോലെയൊന്നും കാര്യങ്ങൾ ചിലപ്പോൾ വന്നെന്നും വരില്ല. അപ്പം ഏത് രീതിയിലാണ് നമ്മുടെ ലൈഫിൽ ട്വിസ്റ്റ് വരുന്നതെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. എല്ലാം ദൈവത്തിൽ അങ്ങ് സമർപ്പിക്കുക. കുറേ നേരം അവിടെ ഇരുന്നങ്ങ് കരയുക. അപ്പം ദൈവത്തിന് സമർപ്പിക്കുമ്പം തന്നെ നമുക്ക് നല്ലൊരു ആശ്വാസം കിട്ടും. അതിപ്പം എല്ലാവരും കേൾക്കുന്ന എല്ലാവരും വിശ്വാസികളാവണമെന്നില്ല. ഇനി അതല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ജോലിയിൽ നമ്മൾ എൻഗേജ്ഡ് ആവുക. ഇപ്പം ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മളിപ്പം നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ പ്രശ്നങ്ങളുണ്ടായാലും വീട്ടിലെ ജോലികളൊന്നും നമുക്ക് മുടങ്ങാൻ പറ്റില്ല. അപ്പം നമ്മൾ ചിന്തകൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കാതെ ചെയ്യുന്ന ഒരു ജോലിയിൽ ഫോക്കസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മളിപ്പോൾ തേങ്ങ ചിരകുന്ന സമയമാണെങ്കിൽ ആലോചിച്ചിട്ട് തേങ്ങ ചിരകുന്നതിന് പകരം ആ തേങ്ങ ചിരകുന്നത് മാത്രം നമ്മൾ ശ്രദ്ധിക്കുക.
ആ ഒരു കാര്യം കഴിഞ്ഞാൽ പിന്നെ അടുത്ത എന്തെങ്കിലും ചെറിയ കുഞ്ഞു ജോലി നമ്മൾ ചെയ്യുക, അതിൽ നമ്മൾ മുഴുകുക. അപ്പം വെറുതെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ചിന്തകൾ നമ്മളിങ്ങനെ അലട്ടിക്കൊണ്ടേയിരിക്കുക. അപ്പം വെറുതെ ഇരിക്കാനൊരു സമയം കൊടുക്കാതെ ഒന്ന് കഴിഞ്ഞാൽ അടുത്തതെന്നുള്ള രീതിയിൽ വലിയ വലിയ ജോലി ചെയ്യാനല്ല, എന്തെങ്കിലും ഒന്ന് ചെയ്തുകൊണ്ടേ ഇരിക്കുമ്പോൾ തന്നെ കുറേ മൈൻഡ് അങ്ങ് റിലാക്സ് ആയിക്കോളും. പിന്നെ ചിന്തകൾ വരുമ്പോൾ കഴിഞ്ഞു പോയതിനെക്കുറിച്ചിട്ടാണല്ലോ നമ്മൾ ചിന്തിക്കുക. പക്ഷേ ആ ചിന്തയെ നമ്മളൊന്ന് ഡൈവേർട്ട് ചെയ്യാനൊന്ന് ശ്രമിച്ച് നോക്കുക. അതായത് സംഭവിച്ചത് സംഭവിച്ചു, പക്ഷേ ഇനി ഇതിനെന്താ പരിഹാരം, ഇത് സോൾവ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടി എന്താ നമുക്ക് സൊല്യൂഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കുക. എന്ത് കാര്യത്തിനും വിചാരിച്ച സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റില്ലേ? അപ്പോൾ നമ്മൾ തന്നെ നമ്മുടെ മൈൻഡിനെ ഒന്ന് ശക്തി കൊടുത്തിട്ട് ഇതിന് പരിഹാരത്തിനെ കുറിച്ചിട്ട് ചിന്തിക്കുക. അപ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റിവിറ്റി കിട്ടും. അതായത് ആ ഒരു സങ്കടത്തിൽ തന്നെ ഇങ്ങനെ മുഴുകുന്നതിന് പകരം ഇതിന് ഓവർകം ചെയ്യാൻ, ഇപ്പം നമ്മുടെ അസുഖങ്ങളാണെങ്കിലും എന്താണെങ്കിലും നമുക്ക് നമ്മുടെ മുന്നിലൊരു വഴി ഉണ്ട് എന്നങ്ങ് വിശ്വസിക്കുക. ആ വഴി തേടി പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ചിന്തിക്കുക. നമ്മൾ ആരോഗ്യ പ്രശ്നം മാത്രമല്ല, ചിലപ്പോൾ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളും നമ്മളെ വല്ലാതെ അലട്ടുന്നുണ്ടാവും. അപ്പം അങ്ങനെയുള്ള സമയത്താണെങ്കിലും അതിന് സൊല്യൂഷനെ കുറിച്ചിട്ട് വലിയ വലിയ കടക്കണിയിലൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ നമുക്ക് അതിന് സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റാതെ ആത്മഹത്യയൊക്കെ നമ്മൾ കേൾക്കാറില്ലേ? മനസ്സ് മൊത്തം എല്ലാവരുടെയും മനസ്സ് തളർന്നു പോയി കഴിഞ്ഞാൽ അങ്ങനെയായിരിക്കും നമ്മുടെ അവസ്ഥ ഉണ്ടാവുക. അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷനിൽ അതിനെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് എന്ത് മാർഗം എന്ന് ചിന്തിച്ചിട്ട് ലൈഫിൽ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലെ ഒരാൾക്കെങ്കിലും ആ ഒരു പോസിറ്റിവിറ്റി കിട്ടുവാണെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ അത് പകർന്നു കൊടുക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ എനിക്ക് പറയാനുള്ളത്, പലപ്പോഴും നമ്മുടെ സങ്കടങ്ങൾ അല്ലെങ്കിൽ ടെൻഷൻ വരുമ്പോൾ നമ്മൾ വിചാരിക്കും തീർന്നു നമ്മുടെ ലൈഫ് എന്ന്. കാരണം നമ്മുടെ ലൈഫിലെ ഏറ്റവും വലിയ പ്രശ്നം ഇതാണെന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ അതിനെ കാണുക. പക്ഷേ ഇതിലും വലിയൊരു കാര്യം നമ്മൾ പിന്നീട് അങ്ങോട്ട് നേരിടേണ്ടി വരുമ്പോഴായിരിക്കും അയ്യോ അന്നത്തതൊക്കെ എത്ര നിസ്സാരമായിട്ടുള്ള ഒരു പ്രശ്നമായിരുന്നു, അതിനേക്കാളും വലുത് വരുമ്പോഴായിരിക്കും നമുക്കത് മനസ്സിലാവും. അപ്പോൾ എന്ത് പ്രശ്നം നമുക്ക് വന്നു കഴിഞ്ഞാലും ഇതൊക്കെ നമുക്ക് നേരിടാൻ പറ്റുന്നതാണ്, ഇതിലും വലുത് ചിലപ്പോൾ ഇനി അടുത്തത് വരാനുണ്ട് എന്നുള്ള ചിന്തയിൽ ഉള്ളതിനൊന്ന് ലാഘവത്തോടെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക. ചിലപ്പോൾ ഇപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികളൊക്കെ ആണെങ്കിൽ ഈ സമയത്ത് മാർക്കൊക്കെ കുറയുമ്പോൾ വീട്ടിലുള്ള അന്തരീക്ഷവും അവരുടെ പ്രശ്നങ്ങളും ഒക്കെ വലുതായി കഴിഞ്ഞാൽ ചിലപ്പോൾ അവരൊക്കെ ജോലിയൊക്കെ കിട്ടുമ്പോൾ അത് ഓർക്കുമ്പോൾ നല്ല ഒരു എന്താ പറയുക മധുരമുള്ള ഒരു ഓർമ്മകളായിട്ട് അത് മാറും. ആ സമയത്ത് ഞാൻ എത്ര ടെൻഷൻ അടിച്ചിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ അച്ഛനും അമ്മയും വഴക്ക് പറഞ്ഞപ്പോൾ ഞാൻ മരിക്കാൻ വേണ്ടിയിട്ട് തന്നെ ഉണ്ടായിരുന്നില്ലേ എന്നൊക്കെ നമ്മൾ ചിന്തിച്ചിട്ട് പിന്നെ നമുക്ക് ചിരി വരുന്നൊരവസ്ഥയും വരും. കാരണം അത് തന്നെയാണ് നമ്മുടെ ലൈഫ്. കാരണം ഒരു സമയത്ത് നമ്മൾ അത്രയും ഭീകരമായിട്ട് കണ്ട ഒരു കാര്യം പിന്നീട് അങ്ങോട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ നിസ്സാരമായിട്ടുള്ള ഒരു പ്രശ്നമായിട്ട് നമുക്ക് മാറും. അതുകൊണ്ട് എന്ത് പ്രശ്നം വന്നാലും ഇതിലും വലുത് എനിക്ക് വന്നിട്ടില്ലല്ലോ, ഇതിലും വലുത് ചിലപ്പോൾ വരാനുണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് ഇപ്പോഴത്തെ പ്രശ്നത്തെ നമ്മളൊന്നങ്ങ് സിമ്പിളാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തന്നെ നമ്മളെ മൈൻഡിനെ ഒന്നങ്ങ് സെറ്റാക്കുക. ഇവിടെ ഇപ്പം ഞാൻ എന്തെങ്കിലും ഒരു കാരണത്തിൽ ആകെ ഇങ്ങനെ ഡള്ളായിട്ട് ഇരിക്കുമ്പോൾ എൻ്റെ ഹസ്ബൻഡ് ചോദിക്കാറുണ്ട് ഇതിലും വലുതൊക്കെ വരുമ്പോൾ നീ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുക, എങ്ങനെയാണ് ഫേസ് ചെയ്യുക. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്തും പറയുന്നത്. കാരണം എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പഠിച്ച പാഠത്തിൽ നിന്ന് നിങ്ങളുടെ അടുത്തും കൂടെ പറയുകയാണ്, നമ്മുടെ ലൈഫിൽ എന്ത് സംഭവിച്ചാലും എന്ത് പ്രശ്നം വന്നാലും നമ്മൾ സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മൾ സ്ട്രോങ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രകൃതി തരുന്ന അല്ലെങ്കിൽ നമ്മളെ ദൈവം തരുന്ന ഓരോരോ പാഠങ്ങളാണ്, അനുഭവങ്ങളാണ്. അത് നമ്മൾ അതിലൂടെ അങ്ങ് തരണം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ ബോൾഡ് ആവും എന്ന് അങ്ങ് ചിന്തിക്കുക. അതിനുള്ള ചെറിയ ചെറിയ പരീക്ഷണങ്ങളാണെന്ന് അങ്ങ് വിചാരിക്കുക. എന്നിട്ട് നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ വീട്ടിലെ കാര്യങ്ങളെല്ലാം താളം തെറ്റിയിട്ടുണ്ടാവും. അപ്പം പഴയ റൊട്ടീനിലേക്ക് നമുക്ക് തിരിച്ചു വരേണ്ടിയും വരും. ചിലപ്പോൾ ഈ പറഞ്ഞ മാതിരി എന്തെങ്കിലും വിഷമം കൊണ്ട് നമ്മൾ ആകെ 2-3 ദിവസം ഇങ്ങനെ ഒന്നും ചെയ്യാണ്ട് നിൽക്കുന്നത് വീണ്ടും നമ്മൾ പഴയ റൊട്ടീനിലേക്ക് കയറുമ്പോൾ എല്ലാ ദിവസവും ചെയ്യുന്നത് പോലെ ആ ഒരു പഴയതുപോലെ തന്നെ പെർഫെക്ഷൻലി ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കണ്ട. കാരണം പെർഫെക്ഷൻലി ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുമ്പോൾ ആകെ ഭ്രാന്ത് പിടിക്കുന്ന അവസ്ഥയായിരിക്കും. അപ്പോൾ കാര്യങ്ങളൊക്കെ പഴയ റൊട്ടീനിലേക്കൊന്ന് ചെയ്യാൻ ശ്രമിക്കുക. അത് എത്രത്തോളം പറ്റുന്നു ആ രീതിയിലങ്ങ് എല്ലാ കാര്യങ്ങളും ചെയ്യാമെന്ന് മാത്രം. അല്ലാതെ പെർഫെക്ഷനിലേക്ക് പോകാതെ ആ റൊട്ടീനിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മളങ്ങ് സെറ്റാക്കി എടുക്കാനാണ് നല്ലത്. കാരണം അല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി മനസ്സ് ഓൾറെഡി പതറിപ്പോയിട്ടാണ് ഉള്ളത്. ആ സമയത്ത് ഈ ജോലിയുടെ നമ്മൾ ചെയ്യുന്ന വീട്ടിലെ വർക്കും കൂടെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എല്ലാം അങ്ങ് ഓർഡറിൽ താനേ അങ്ങ് വന്നോളും. ആ ഒരു ട്രാക്കിലേക്ക് കയറി പണികളൊക്കെ സാധാരണ രീതിയിൽ അങ്ങ് ചെയ്യാൻ വേണ്ടി മാത്രം ശ്രമിക്കുക. അപ്പം നമ്മളിപ്പം അലക്കിക്കഴിഞ്ഞാൽ ഇത്രയും വൃത്തി വേണമെന്നോ അല്ലെങ്കിൽ തുടച്ച് കഴിഞ്ഞാൽ ഒരു മുടിയുടെ ഇഴ പോലും ഉണ്ടാവരുത് എന്നൊക്കെ ആയിരിക്കും നമ്മുടെ ശീലം. പക്ഷേ ഈ ഡെസ്പായിട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡള്ളായിട്ടിരിക്കുന്ന അവസ്ഥയിൽ പഴയ റൊട്ടീനിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് ആ ഒരു പെർഫെക്ഷനിലേക്ക് വരണമെന്നും ചിന്തിക്കാതെ
ചെയ്യുന്ന ജോലികൾ പണ്ട് ചെയ്തതുപോലെ അങ്ങ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും പണി തീർക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രം ഒന്നങ്ങ് ശ്രദ്ധിക്കുക. പിന്നെ ഏറ്റവും എല്ലാത്തിൻ്റെയും ആധാരം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സ് തന്നെയാണല്ലോ. മനസ്സ് ഓക്കെ ആണെങ്കിൽ മാത്രമാണ് നമ്മൾ വിചാരിക്കുന്നിടത്ത് നമ്മുടെ ശരീരം എത്തുള്ളൂ. അതായത് നമ്മുടെ ജോലികൾ ചെയ്ത് തീർക്കാൻ പറ്റും. അപ്പോൾ മനസ്സ് ഓക്കെ അല്ലെങ്കിൽ നമ്മുടെ എല്ലാ എനർജിയും നഷ്ടമാകും. അപ്പോൾ മൈൻഡിനെ നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോകാതെ നമ്മളങ്ങ് മുറുക്കി അങ്ങ് പിടിക്കുക. കാരണം ഒരു നൂൽപ്പാലത്തിലൂടെ ആയിരിക്കും ചിലപ്പോൾ ചില സമയങ്ങളിൽ നമ്മൾ കടന്നു പോകുന്നത്. അതിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിക്കഴിഞ്ഞാൽ നമ്മൾ വീഴും. ആ ഒരു കാര്യം കൊണ്ട് തന്നെ മൈൻഡിനെ സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യുക. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ആ ഒരു പ്രാർത്ഥന അല്ലെങ്കിൽ മെഡിറ്റേഷൻ. എന്തിലാണോ ആശ്വാസം കണ്ടെത്താൻ പറ്റുന്നത് അത് നമ്മൾ ലൈഫിൽ കൊണ്ടുവരിക. ഇപ്പം എൻ്റെ ഒരു കാര്യം പറയാം. ഇപ്പം എൻ്റെ മൈൻഡ് ഓക്കെ അല്ലെങ്കിൽ എനിക്കൊന്നും പണിയൊന്നും നടക്കില്ല. പക്ഷേ ഞാൻ പുറത്ത് ജോലിക്ക് പോകുന്നതാണ്. അപ്പം എന്ത് പ്രശ്നം ഉണ്ടായാലും ഞാൻ അവിടെ എത്തിയിട്ട് പഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് ഇറങ്ങുന്നത് വരെ എൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ച് ഞാൻ ചിന്തിക്കില്ല. കാരണം നമ്മൾ വേറൊരാളുടെ അണ്ടറിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഏത് സ്ഥാപനത്തിലാണോ വർക്ക് ചെയ്തത് അവരുടെ ആ ഒരു റൂളിനനുസരിച്ചിട്ട് ആ ഒരു റൊട്ടീനനുസരിച്ചിട്ട് നമ്മൾ ഓട്ടോമാറ്റിക്കലി മാറേണ്ടി വരും. അപ്പോൾ നമ്മൾ നമ്മുടെ ആ ഒരു വർക്കിൽ എൻഗേജ്ഡ് ആവേണ്ടി വരും. പക്ഷേ അതുപോലെയല്ല നമ്മൾ വീട്ടമ്മ ആയിരിക്കുമ്പോൾ. കാരണം വീട്ടിലെ ജോലികൾ അല്ലെങ്കിൽ ആരും ഫോഴ്സ് ചെയ്ത് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നില്ല. അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇടയ്ക്ക് വിചാരിക്കാറുണ്ട് അത് ചിലപ്പോൾ ഭാഗ്യമായിരിക്കും. കാരണം ഞാൻ വീട്ടിൽ തന്നെ ആകുമ്പോൾ എനിക്ക് എൻ്റെ നേരത്ത് പണികൾ ചെയ്താൽ മതിയല്ലോ. അപ്പോൾ അങ്ങനൊരു ഗുണം നമ്മൾ വീട്ടിലിരിക്കുന്നതാണെങ്കിൽ ഉണ്ടാവും. പക്ഷേ നമ്മളിപ്പം വേറൊരു സ്ഥലത്താണെങ്കിൽ നമുക്കത് പറ്റില്ല. നമുക്ക് ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ട് നമുക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ല. അവിടുത്തെ ജോലികൾ പുറത്തെ ജോലികൾ നമ്മൾ ചെയ്തേ പറ്റൂ, ഓഫീസിലൊക്കെ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ. പക്ഷേ വീട്ടമ്മയാണെങ്കിൽ നമുക്ക് അങ്ങനെയല്ല. സ്ട്രെസ്സുള്ള സമയത്ത് കുറച്ച് നേരം കിടക്കണമെങ്കിൽ കിടക്കാം, കുറച്ച് നേരം ചെടി നനയ്ക്കാനാണ് നമുക്ക് തോന്നുന്നതെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ നമ്മൾ വീട്ടമ്മയാണെങ്കിൽ വീട്ടിലിരിക്കുന്നതാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ മാതിരി എല്ലാ കാര്യങ്ങളും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടല്ല ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ സമയം ബ്ലോക്ക് ചെയ്തിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതായത് ഇപ്പോൾ നല്ല ടെൻഷൻ അടിച്ചിരിക്കുന്നത് നമ്മളൊന്നും ചെയ്യാണ്ടിരുന്ന് പെട്ടെന്ന് ഉഷാറിൽ നമ്മളിങ്ങനെ ആകെ മുഴുവൻ ഒന്ന് തുടച്ച് വെക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ അങ്ങ് ചെയ്യുമ്പോൾ അത് ചിലപ്പം നമ്മൾ വിചാരിച്ചതുപോലെ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. പാതി വഴിക്ക് എല്ലാം അങ്ങ് ഇട്ടേക്കും. അതിന് പകരം ഒരു 10 മിനിറ്റ് സമയം എടുത്തിട്ട് ആ 10 മിനിറ്റ് കൊണ്ട് ഈ റൂം മാത്രം ഞാനൊന്ന് വൃത്തിയാക്കട്ടെ, അല്ലെങ്കിൽ ഇത് മാത്രം ഒന്ന് ചെയ്യട്ടെ എന്നങ്ങ് വിചാരിക്കുക. ചിലപ്പോൾ നമുക്ക് ഉഷാറ് കയറിയിട്ട് അത് കണ്ടിന്യൂ ചെയ്യാൻ തോന്നും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, വീട്ടിലിരിക്കുന്നവരാണെങ്കിൽ ആ സമയത്ത് നമ്മൾ ടെൻഷനിൽ റിക്കവർ ആവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന സമയത്ത് ചെയ്യുന്ന ജോലികൾ ബ്ലോക്ക് ചെയ്തിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. കുറച്ച് സമയം എടുത്തിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ട് ഒന്നങ്ങ് സെറ്റാക്കി എടുക്കുക. പണികൾ തീർത്തു എന്ന് വരുത്താൻ വേണ്ടി മാത്രം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പെർഫെക്ഷനിലേക്ക് കൊണ്ടുവരാതെ മെയിൻ ട്രാക്കിലേക്ക് കയറാൻ വേണ്ടി മാത്രം ജോലികൾ ചെയ്യുക. ആ ചെയ്യുന്ന ജോലി നേരത്തെ പറഞ്ഞതുപോലെ ടൈം വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് മാത്രം ചെയ്യുന്ന രീതിയിൽ ബ്ലോക്ക് ചെയ്തിട്ട് ചെയ്യുക. ചെറിയ കാര്യങ്ങൾ ചെയ്തിട്ട് നമുക്കത് തീർക്കാൻ പറ്റിക്കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ നമ്മൾ അതിലൊരു ഹാപ്പിനെസ് കണ്ടെത്തിയിട്ട് അതൊന്ന് കണ്ടിന്യൂ ചെയ്യാൻ തോന്നും, അല്ലെങ്കിൽ അടുത്ത ജോലി ചെയ്യാൻ തോന്നും. ഇനി ഇതൊന്നും ചെയ്യാണ്ട് ഇങ്ങനെ വെറുതെ ഇരുന്നാൽ ഒരു പണിയും നടക്കില്ല. അപ്പോൾ അതിലും നല്ലത് കുറച്ച് കാര്യങ്ങൾ കുറച്ച് സമയം എടുത്തിട്ട് ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നെ നമ്മുടെ മൈൻഡിനോട് സ്റ്റോപ്പ് പറയാൻ വേണ്ടിയിട്ട്, നിർത്ത് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. അതായത് ഇപ്പം ഞാൻ എൻ്റെ ഒരു കാര്യം പറയാം. ഏതെങ്കിലും ചില സമയങ്ങളിൽ കാട് കയറി ചിന്തിക്കുക എന്ന് പറയില്ലേ, ചിലപ്പോൾ നടന്ന ഒരു കാര്യത്തിനേക്കാൾ അപ്പുറത്തേക്ക് നമ്മളിങ്ങനെ ചിന്തിച്ച് കൂട്ടും. എന്നിട്ട് വേണ്ടാത്ത കാര്യങ്ങളും കൂടെ ചിന്തിച്ച് അതും കൂടെ സംഭവിച്ചതുപോലെ അങ്ങ് ആലോചിച്ച് മനസ്സിന് കൂടുതൽ ടെൻഷനാക്കും. ആ സമയത്ത് നമ്മുടെ മൈൻഡിനോട് നമ്മൾ പറയാം, മതി, നിർത്ത്, ഇത് നമ്മൾ കാട് കയറി ചിന്തിക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഇത് മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. ഇതിലപ്പുറത്തേക്ക് നമ്മൾ ചിന്തിച്ച് സംഭവിച്ചതായിട്ട് വരുത്തി തീർക്കുകയാണ്. അതുകൊണ്ട് സംഭവിക്കാനിരിക്കുന്ന കാര്യത്തിനെക്കുറിച്ച് വെറുതെ ആലോചിച്ച് ടെൻഷൻ അടിക്കുന്നതിന് പകരം ഇപ്പം നടന്നത് ഇത്ര മാത്രമേ ഉള്ളൂ, അതിനെ നേരത്തെ പറഞ്ഞതുപോലെ ആക്സെപ്റ്റ് ചെയ്തിട്ട് അതിനെന്താണ് പരിഹാരം എന്ന് ചിന്തിക്കുക. കാട് കയറി ചിന്തിക്കുന്ന ആ ഒരു ശീലം ഉണ്ടാകുമ്പോൾ അതിനെ മനസ്സിന് നമ്മൾ അവിടെ തന്നെ അങ്ങ് തടയിടുക. എന്നിട്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചെയ്യുന്ന ജോലിയിൽ മാത്രം അങ്ങ് ഒബ്സർവ് ചെയ്യുക. ഇപ്പം നമ്മൾ തുണി അലക്കുന്ന സമയമാണെങ്കിൽ അത് പത വരുന്നത് നോക്കുക. പിന്നെ അതുപോലെ ചിലപ്പോൾ നമ്മൾ പാത്രം കഴുകുമ്പോൾ ആ പാത്രം കഴുകുന്ന സൗണ്ട് ഫോക്കസ് ചെയ്യുക. ഭക്ഷണം കഴിക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിൽ എൻജോയ് ചെയ്യുക. അപ്പോൾ നമ്മൾ മൈൻഡ് ചിന്തകളിലേക്ക് പോകാത്ത രീതിയിൽ നമ്മളിപ്പോൾ പണ്ടൊക്കെ ഇല്ലേ, നമ്മൾ അന്ന് ഇപ്പോൾ ഇതുപോലെ സോഷ്യൽ മീഡിയയും കാര്യങ്ങളും ഒന്നും ഇല്ലാത്ത സമയത്ത് വെറുതെ വായിക്കുന്ന സമയം, അതായത് നമ്മൾ ബാലരമയും പൂമ്പാറ്റയൊക്കെ ചെറുപ്പത്തിൽ വായിച്ചിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ ചില സമയങ്ങളിൽ നമ്മൾ ബാലരമയിലെ ചിത്രങ്ങൾ നോക്കിയിട്ട് ആസ്വദിക്കാറില്ലേ.
അതുപോലെ തന്നെ മഴ പെയ്യുമ്പോൾ അവിടെ ഇങ്ങനെ ബബിൾസ് വരുന്നത്, അതായത് നമ്മൾ വെള്ളത്തിൽ ഇങ്ങനെ ബബിൾ വരുന്നത് നമ്മൾ എൻജോയ് ചെയ്യാറില്ലേ? അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമ്മൾ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മൈൻഡിനെ അങ്ങ് സെറ്റാക്കി എടുക്കുക. ഇനി ഒന്നുമില്ലെങ്കിൽ കുറച്ച് നേരം ഫോൺ നോക്കിയിട്ടാണെങ്കിൽ നമ്മളെ മൈൻഡിനെ അങ്ങ് ഡൈവേർട്ട് ചെയ്യുക. പക്ഷേ അവിടെയും നമ്മൾ ശ്രദ്ധിക്കണം. ചിലപ്പോൾ ടെൻഷൻ വരുമ്പോൾ ഫുൾ ടൈം 2-3 മണിക്കൂർ നമ്മൾ ഫോണിലേക്ക് നമ്മളിങ്ങനെ അങ്ങ് അതിൽ എൻഗേജ്ഡ് ആകുന്ന സമയത്ത് അവിടെയും നമ്മളതിനെ ബ്ലോക്ക് ചെയ്തിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ചെടി നനക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആ ഒരു കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്യുക. കൂടുതൽ ഈ ഡിജിറ്റൽ മീഡിയയിലേക്ക് പോകുമ്പോൾ നമ്മുടെ മൈൻഡിന് പ്രശ്നത്തിനായിരിക്കും നമ്മൾ ഇതിലേക്ക് പോകുന്നത്. പക്ഷേ കൂടുതൽ മൈൻഡ് ബ്രെയിൻ അതിലേക്ക് വ്യാപൃതമാകുമ്പോൾ അതിലും നെഗറ്റീവ് സൈഡ് ഉണ്ടാവും. ഇനി ഇങ്ങനെയുള്ള ആ ഒരു ഇമോഷണലി നമ്മൾ ഡള്ളാവുന്ന അല്ലെങ്കിൽ ഡെസ്പാവുന്ന സമയത്ത് നമ്മുടെ സംസാരവും കൂടെ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ജോലിക്ക് പോകുന്നവരാണെങ്കിൽ, ഇപ്പം എന്നെ പോലെയുള്ളവരാണെങ്കിലും പലപ്പോഴും എൻ്റെ കയ്യിലൊന്നും അബദ്ധം വരാറുണ്ട്. കാരണം നമ്മൾ മെൻ്റലി സ്ട്രെസ്ഡ് ആണെങ്കിൽ നമ്മളെ വായിന്ന് വരുന്നത് ചിലപ്പം നമ്മൾ വിചാരിക്കാത്ത രീതിയിലായിരിക്കും. ചിലപ്പം ഒരു തെറ്റും ചെയ്യാത്ത ആളുകളുടെ അടുത്ത് നേരിടെയായിരിക്കും നമ്മൾ ചിലപ്പോൾ ദേഷ്യത്തോടെ സംസാരിക്കുക. പിന്നെ അത് മതി അടുത്ത ടെൻഷന്. കാരണം ഓൾറെഡി നമ്മുടെ മൈൻഡിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. ആരുടെ അടുത്ത് നമ്മൾ ചൂടായിട്ട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു വാക്ക് നമ്മുടെ വായിൽ നിന്ന് വരുമ്പോൾ നമ്മൾ പിന്നെ അത് ആലോചിച്ചിട്ട് അയ്യോ ഞാൻ അവരുടെ അടുത്ത് അങ്ങനെ പറഞ്ഞു പോയല്ലോ, പിന്നെ അതായിരിക്കും ചിന്ത. പിന്നെ അവരുടെ അടുത്തൊരു സോറി പറയുന്നത് വരെ ഒരു ടെൻഷൻ വേറെ ആയിരിക്കും. അപ്പോൾ മാക്സിമം നമ്മൾ നമ്മുടെ കൂടെയുള്ളവരോട് സംസാരിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. ഇവിടെ നമ്മൾ വീട്ടിലാണെങ്കിൽ പോലും ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ നമ്മുടെ മക്കളുടെ അടുത്ത് ദേഷ്യത്തിൽ സംസാരിച്ചെന്ന് വരാം, ഹസ്ബൻഡിൻ്റെ അടുത്ത് സംസാരിച്ചെന്ന് വരാം. നമ്മുടെ മൈൻഡിലെ പ്രശ്നമായിരിക്കാം അതിന് കാരണം. അപ്പോൾ നമ്മൾ മാക്സിമം സംസാരിക്കുമ്പോൾ ഒന്നങ്ങ് ശ്രദ്ധിക്കുന്നതും കൂടെ നന്നായിരിക്കും. പിന്നെ ഒരു കാര്യം നമ്മളെപ്പോഴും ആലോചിക്കുക, കാരണം നമ്മളെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് മാത്രമേ പറ്റൂ. ഇതിപ്പം എക്സ്റ്റേൺ ആയിട്ടുള്ള ഒരാൾക്കും നമ്മളെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ വേറെ ആളാണെങ്കിൽ പോലും നമുക്ക് അവരെ മുന്നിൽ എത്രത്തോളം സ്വാധീനം ചെലുത്താൻ പറ്റും? അതൊരു പരിധിയില്ലേ? അപ്പോൾ നമ്മളെ നിയന്ത്രിക്കേണ്ടത്, നമ്മുടെ മൈൻഡിനെ നമ്മുടെ ബോഡീനെയൊക്കെ കൺട്രോൾ ചെയ്യേണ്ടത് നമ്മൾ തന്നെയാണ്. അപ്പോൾ അതിന് പറ്റിയിട്ടുള്ള മാർഗ്ഗങ്ങൾ, അത് നേരത്തെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. അതിൻ്റെ കൂട്ടത്തിൽ എന്തെങ്കിലും ഒരു ഹോബി നമ്മളത് ഉണ്ടാക്കിയെടുക്കുക. നമ്മൾ ചിലപ്പോൾ ഹോബി പഠിക്കണം എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹോബി നമുക്ക് ഉണ്ടാവണം എന്ന് പറയുന്നത് ഇതും കൂടെ ഒരു ഗുണത്തിന് വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഈ ഒരു കാര്യം കൂടെ നമ്മുടെ ലൈഫിൽ നേരിടേണ്ടി വരുമ്പോൾ അത് വലിയൊരു ആശ്വാസമായിരിക്കും. ഒരു എംബ്രോയിഡറി ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു സ്റ്റിച്ചിങ് ആണെങ്കിൽ, നമ്മുടെ ഗാർഡനിങ്, അതെല്ലാം ചിലപ്പോൾ നമ്മുടെ ലൈഫിൽ പല സന്ദർഭങ്ങളിൽ നമുക്കത് അനുഗ്രഹമായിട്ട് മാറും. കാരണം ടെൻഷനുള്ള സമയത്ത് അങ്ങനെയുള്ള കാര്യങ്ങളിൽ മുഴുകുമ്പോൾ നമ്മളറിയാതെ നമ്മുടെ മൈൻഡ് അങ്ങ് ഡൈവേർട്ടായി പോകും. ചിന്തകളിൽ നിന്ന് അവിടെ ഒരു ബ്രേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്കും പറ്റും. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, മനഃപൂർവ്വം ചിന്തകളോട് നോ പറയണം, അങ്ങനെ നമ്മൾ ശീലിക്കണമെന്ന്. പക്ഷേ ഈ ഒരു ഹോബിയിൽ നമ്മൾ എൻഗേജ്ഡ് ആകുമ്പോൾ അങ്ങനെയൊന്നും നോ പറയേണ്ട ആവശ്യം വരില്ല. നമ്മൾ ചെയ്യുന്ന വർക്കിൽ നമ്മൾ ഇഷ്ടത്തോടെ ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും നമ്മുടെ ഹോബി എന്ന് പറയുന്നത്. പക്ഷേ ടെൻഷൻ അടിക്കുന്ന സമയത്ത് നമ്മളൊരു റിലാക്സേഷന് വേണ്ടിയിട്ടായിരിക്കും നമ്മളത് ചെയ്യുന്നതെങ്കിലും നമ്മളറിയാതെ നമ്മൾ ആ ചെയ്യുന്ന നമ്മുടെ ഹോബിയിൽ നമ്മൾ ഒരു ഹാപ്പിനെസ് കണ്ടെത്താൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും. അത് ഓട്ടോമാറ്റിക്കലി വരും. മനഃപൂർവ്വം നമ്മൾ ആ ഒരു ചിന്തയെ നമ്മൾ ബ്ലോക്ക് ചെയ്യേണ്ടി വരില്ല. അത് ഓട്ടോമാറ്റിക്കലി അത് ബ്ലോക്കായി പോവും. പ്രായം കൂടുന്തോറും നമ്മളിപ്പം ഇതൊക്കെ ചെയ്യാൻ ഭയങ്കര മടിയായിരിക്കും. ഇനി ഒരു ഹോബി കണ്ടെത്തിയിട്ടല്ലേ കാര്യം, അങ്ങനെയൊക്കെ ചിന്തിക്കും. പക്ഷെ നിങ്ങളൊന്ന് ചെയ്തു നോക്ക്. അങ്ങനെ ആ ഒരു വിചാരിക്കാത്ത, ചിലപ്പോൾ 40-ാം വയസ്സിൽ സ്റ്റിച്ചിങ് പഠിച്ചിട്ട് 42 വയസ്സാകുമ്പോഴത്തേക്ക് നല്ല സുന്ദരമായിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന ആൾക്കാരൊക്കെ എനിക്കറിയാം. അപ്പം പ്രായം ഒന്നിനും ഒരു പരിധിയല്ല, അല്ലെങ്കിൽ പ്രായം ഒന്നിനും ഒരു തടസ്സമല്ല. നമുക്ക് ഏത് പ്രായത്തിൽ എന്താണോ ചെയ്യാൻ തോന്നുന്നത് ആ ഒരു കാര്യം നമ്മൾ പഠിച്ചെടുക്കുക. ഇനി പണ്ട് പഠിക്കാത്ത കാര്യങ്ങൾ ഇപ്പം നമുക്ക് പഠിക്കാൻ പറ്റുമോ? അങ്ങനെയൊന്നുമില്ല. കാരണം എനിക്കറിയാം ഒരുപാട് ആളുകൾ എൻ്റെ അനുഭവത്തിൽ തന്നെയുണ്ട്. വളരെ ലേറ്റായിട്ട് പല കാര്യങ്ങളും തുടങ്ങി വെച്ചിട്ട് ഇപ്പം വളരെ സക്സസ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നവരുണ്ട്. അപ്പം നമ്മൾ ഹോബി ആണെങ്കിൽ പോലും നമുക്ക് ഒരു പരിധിയില്ല, പ്രായപരിധിയില്ല. എന്തിലും ഒന്നെങ്കിൽ എൻഗേജ്ഡ് ആകുമ്പോൾ ഇങ്ങനെയുള്ള സമയത്ത് നേരത്തെ പറഞ്ഞതുപോലെ അതായിരിക്കും നമുക്കൊരു രക്ഷയായിട്ട് മാറുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ലൈഫിൽ നമ്മൾ തന്നെയാണ് ഹീറോയിൻ എന്നങ്ങ് വിചാരിക്കും. ഒരു സിനിമയായിട്ട് നമ്മുടെ ജീവിതത്തെ നമ്മൾ ഒന്ന് താരതമ്യം ചെയ്യുകയാണെങ്കിൽ അതിലെ കേന്ദ്ര കഥാപാത്രം നമ്മൾ തന്നെയാണ്. അപ്പോൾ നമ്മൾ വീണ് പോയാൽ അവിടെ എല്ലാവരും തളർന്നു പോകും. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ടെൻഷൻ വന്നാലും ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ തന്നെ ബോൾഡാക്കി എടുക്കാൻ പറ്റുക. എന്തൊക്കെ ചെയ്യാൻ പറ്റും, എനിക്ക് അറിയാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഷെയർ ചെയ്തത്. അപ്പം ഇതിലിപ്പം ഇതല്ലാതെ നിങ്ങളായിട്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ടാവും. പറ്റുവാണെങ്കിൽ അത് എനിക്കും കൂടെ ഒന്ന് കമൻസിൽ അറിയിക്കുക.
കേട്ടോ. പിന്നെ എന്തെങ്കിലും തരത്തിൽ ഡെസ്പായിട്ടിരിക്കുന്ന സമയത്താണ് നിങ്ങളുടെ കയ്യിൽ ഈ വീഡിയോ വരുന്നതെങ്കിൽ ഏതെങ്കിലും തരത്തിൽ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ അത് പറയാൻ മറന്നു പോവല്ലേ. അപ്പം നമുക്കിനിയിപ്പം അടുത്ത വീഡിയോയിലേക്ക് പുതിയൊരു ടോപ്പിക്കുമായിട്ട് വരുന്നത് വരേക്കും, അല്ലെങ്കിൽ എന്താണ് എൻ്റെ മൈൻഡിലെന്ന് അറിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നന്നായിട്ട് ശരിയായിട്ടില്ല. ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് പോലും എൻ്റെ അതായത് അസുഖങ്ങൾ മാറിയിട്ടില്ല, ജലദോഷവും കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ പറ്റുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ അടുത്ത വീഡിയോയിലേക്ക് വരാം. അതുവരെ വീഡിയോ കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുവാണ്. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്